എല്ലാവർക്കും സായാഹ്ന ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരു പ്രശ്നം നേരിടുന്നുണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? അതിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ലേ? നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ടൈംലെസ് ആയ റീഡിംഗ് ആണ്. പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക. എനിക്കറിയാം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടെന്ന്. എല്ലാവരുടെയും മെസ്സേജ് ചിലപ്പോൾ ഒരു ദിവസം തന്നെ നോക്കാൻ പറ്റണം എന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പ്രശ്നത്തെ ഹൃദയം കൊണ്ടാണ് കാണുന്നത്, ഒരിക്കലും ലോജിക്കലി അല്ല. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം. ഇമോഷണലി നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, പക്ഷേ നിങ്ങൾ സൊല്യൂഷൻ ലോജിക്കായി അല്ല ഇവിടെ ചിന്തിക്കുന്നത്. ഇമോഷണലായി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് വേണം എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കൺഫ്യൂഷനിലെത്താനാണ് സാധ്യത. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. ഇത് വരുമ്പോൾ എന്താണ് ശരിയെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നില്ല. പല ഓപ്ഷനുകളും നിങ്ങളുടെ മുന്നിൽ, പലതരം പോസിബിലിറ്റീസും കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ഇമാജിനേഷനും അതുപോലെ തന്നെ ഫിയറും കൂടി നിങ്ങൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ തീരെ ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്ത് നിങ്ങൾ ചിന്തിച്ചാലും അത് വേറൊന്നിലാണ് ഇവിടെ ക്ലാഷ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സ് ഓവർലോഡായിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങൾ ഓവറായി തിങ്കിങ് ചെയ്യുന്നത് കുറയ്ക്കുക കേട്ടോ. പിന്നെ ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സ് വന്നപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് ഒരു സെൽഫ് ലവ് നിങ്ങൾക്ക് വേണം. നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹം കാണിക്കുക. അതുപോലെ നിങ്ങൾ സെൽഫ് ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിർത്തുക. നിങ്ങളൊന്ന് നിശബ്ദമായിരുന്ന് ഒന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം കേൾക്കുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാനും കൂടി ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിംഗ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.